വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് എല്ലാം കൂടുതൽ എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. മർക്കോസ് 10-48 വാക്യം. മിണ്ടാതിരിപ്പാൻ പലരും അവനെ ശാസിച്ചിട്ടും, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന് അവൻ ഏറ്റവും അധികം നിലവിളിച്ചു പറഞ്ഞു. തനിക്കെതിരായ പ്രതിബന്ധങ്ങളിൽ ഭർത്യമായി തളർന്നില്ല. അവൻ നിരാശനാകുകയോ വിശ്വാസം നഷ്ടപ്പെടുത്തുകയോ ചെയ്തില്ല. കർത്താവായ യേശു തന്നോടടുത്തു വന്നതിനാൽ അന്നേ ദിവസം തന്നെ കാഴ്ച ലഭിക്കുമെന്ന് അവന് ദൃഢനിശ്ചയമുണ്ടായിരുന്നു. വിശ്വാസമായിരുന്നു അവനെ മുന്നോട്ട് നയിച്ച മഹാശക്തി. വിശ്വാസമാണ് അത്ഭുതങ്ങൾ കൊണ്ടുവരുന്നത്. വിശ്വാസത്തിന്റെ പ്രാർത്ഥനയാണ് സ്വർഗത്തിന്റെ കവാടം തുറക്കുന്നത്. വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്നത് അസാധ്യമാണ്. യേശു ശതാധിപന്റെ വിശ്വാസത്തെ അഭിനന്ദിച്ചുകൊണ്ട് പറഞ്ഞു, തീർച്ചയായും ഞാൻ നിങ്ങളോട് പറയുന്നു, ഇസ്രായേലിൽ ഇതുപോലുള്ള വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല എന്ന്. ഇത് മത്തായി 8-10 വാക്യത്തിൽ കാണാൻ സാധിക്കും. നിങ്ങൾ കർത്താവിന്റെ വചനങ്ങൾ വിശ്വാസത്തോടെ സംസാരിക്കുന്നു. അവന്റെ വാഗ്ദാനങ്ങളെക്കുറിച്ച് സംസാരിക്കുക. മർക്കോസ് 11-22-23 വാക്യങ്ങളിൽ ഇപ്രകാരം പറയുന്നു. യേശു അവരോട് ഉത്തരം പറഞ്ഞത്, ദൈവത്തിൽ വിശ്വാസമുള്ളവർ ആയിരിപ്പേൻ. ആരെങ്കിലും തന്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കും എന്ന് വിശ്വസിച്ചും കൊണ്ട് ഈ മലയോട് നീ നീങ്ങി കടലിൽ ചാടിപ്പോക എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞതുപോലെ സംഭവിക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. വിശുദ്ധ ഗ്രന്ഥം പറയുന്നു, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എന്തു യാചിച്ചാലും അത് നിങ്ങൾക്ക് ലഭിക്കും എന്ന് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ അവ നിങ്ങൾക്ക് ലഭിക്കും എന്ന്. ഇത് മർക്കോസ് 11-24 വാക്യത്തിൽ കാണാൻ സാധിക്കും. അതെ, വിശ്വാസം എല്ലാ തടസ്സങ്ങളെയും തകർത്ത് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾക്ക് വഴിയൊരുക്കും. തങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ചില്ലെങ്കിലും വിശ്വാസികൾ ഒരിക്കലും തളരില്ല. തന്നെ അന്വേഷിക്കുന്നവർക്ക് കർത്താവ് പ്രതിഫലം നൽകുമെന്ന വിശ്വാസത്തിൽ അവർ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു. അത്തരത്തിലുള്ള വിശ്വാസത്തോടെയാണ് ഒരു വിധവ അന്യായമായ ഒരു ന്യായാധിപന്റെ അടുക്കൽ ചെന്ന് കരുണയ്ക്ക് വേണ്ടി ആവർത്തിച്ചപേക്ഷിച്ചത്. അവൻ അവളോട് കരുണ കാണിക്കുകയും അവൾക്ക് നീതി നൽകുകയും ചെയ്തു. നമ്മുടെ കർത്താവ് അനീതിയുള്ളവനല്ല, എന്നാൽ അവൻ സ്നേഹവും അനുകമ്പയും ഉള്ളവനാണ്. നാം ഇടപെടാതെ പ്രാർത്ഥിക്കുമ്പോൾ അവൻ തീർച്ചയായും ഉത്തരം നൽകും. ബർത്തിമായിയെ പോലെ കാനാന്യ സ്ത്രീയും കർത്താവായ യേശുവിനോട് ആവർത്തിച്ചപേക്ഷിച്ചു. കർത്താവ് അവളെക്കുറിച്ച് സാക്ഷ്യം പറയുക മാത്രമല്ല, ഒരത്ഭുതം പ്രവർത്തിക്കുകയും അവളുടെ മകളെ സുഖപ്പെടുത്തുകയും ചെയ്തു. നിങ്ങളുടെ ജീവിതത്തിലും അവൻ തീർച്ചയായും അത്ഭുതങ്ങൾ ചെയ്യും. പാതിരാത്രിയിൽ അപ്പം ചോദിച്ച സുഹൃത്തിനെ കുറിച്ചും നാം വായിക്കുന്നു. ആദ്യം വിസമ്മതിച്ചെങ്കിലും ഒടുവിൽ സുഹൃത്തിന്റെ പിടിവാശി കാരണം അയാൾ വഴങ്ങി. അവൻ ചോദിച്ച അപ്പം കൊടുത്തു. ദൈവമക്കളെ, നിങ്ങൾ വിശ്വാസത്തോടെ തളരാതെ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ചോദിക്കുന്നത് കർത്താവ് തീർച്ചയായും നിങ്ങൾക്ക് നൽകും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം എബ്രായർ 10-36 വാക്യം. ദൈവേഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ സങ്കീർത്തനങ്ങൾ 74, 75, 76 അധ്യായങ്ങൾ. വൈകുന്നേരം റോമർ 9 16 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ. ആമേൻ.